ഇന്ന് ഷൂട്ടിങ്ങിന് വേണ്ടി ചോറ്റനിക്കാട്ടിലേക്ക് പോകേണ്ട ദിവസമാണ്. അപ്പോൾ ഒരു പൊതിച്ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, കാബേജ് തോരൻ, അതുപോലെ തന്നെ ലവലോലിക്ക ഉപ്പിലിട്ടത്, കാന്താരിമുളകും അതുപോലെ തന്നെ ഉണ്ടമുളകും ഒക്കെ ഇട്ട് നല്ലപോലെ ഉപ്പിലിട്ടത്, പിന്നെ ഒരു ഓംലെറ്റ്. അപ്പം ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡിയായി. പിന്നെ ചാള വറുത്തത്, ഉണക്കമീൻ വറുത്തത്, നല്ല ഉണ്ടമുളകും കാന്താരിയും കൂടെ അരച്ച ചമ്മന്തി. പിന്നെ ചോറെടുത്ത് വെച്ചു. അതെല്ലാം നമ്മൾ കറിയെടുത്തു. ഏകദേശം 6 കൂട്ടം കറികളോടുള്ള ഒരു പൊതിച്ചോറാണ് നമ്മൾ തയ്യാറാക്കിയത് കേട്ടോ. ഒന്നല്ല 3 പൊതിച്ചോറാണ് ഞാൻ ഇന്ന് കൊണ്ടുപോകുന്നത്. എനിക്ക് നാളെ രാവിലെ ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അപ്പോൾ റൂമിലേക്ക് പോകുമ്പോഴാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ പൊതിച്ചോറെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം അച്ഛന് ചോറ് കൊടുത്തു. അച്ഛന് ചോറ്, ചാള വറുത്തത്, മെഴുക്കുവരട്ടി, ഓംലെറ്റ്, ചമ്മന്തി. ഞാൻ കൊണ്ടുപോകാനുള്ള പൊതിച്ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 3 പൊതിച്ചോറ് വെച്ചു. നമ്മുടെ സുഹൃത്തുക്കൾക്കൂടെ കൂടിയാണ്. അച്ഛനും കഴിക്കുകയാണ്. ഇപ്പം ഞാനിപ്പോൾ ഇറങ്ങാൻ പോവുക, ഷൂട്ടിന് വേണ്ടി ചോറ്റാനിക്കരയ്ക്ക് പോവുക. അപ്പം താമസിച്ചു. പിന്നെ ഇതെല്ലാം റെഡിയാക്കി അച്ഛനും കഴിച്ചിട്ട് വേണം എനിക്ക് കഴിക്കണം. അതിനുശേഷം പോകണം. ബൈജു ഇവിടെ ഉണ്ട്. അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ നോക്കും. എല്ലാം പറഞ്ഞാൽ കേട്ടോണം കേട്ടോ. എല്ലാം കേട്ടോണം പറയണം കേട്ടോ. ആരൊക്കെ കൃത്യസമയത്ത് കഴിക്കണം കേട്ടോ. ഓക്കെ. അച്ഛൻ കഴിക്കും. ഇപ്പോഴത്തേക്ക് ഞാൻ ഫോണിലേക്ക് എടുത്ത് വയ്ക്കാം. ഇവിടെ എടുത്ത് കഴിക്കാം കേട്ടോ. ഈ ചോറോടെ കഴിക്കും. ഇതിന് മതിയോ? മീനൊന്നും കഴിച്ചില്ലല്ലോ. എല്ലാം എടുത്ത് കഴിക്കും. അച്ഛന് മൊത്തം കഴിച്ചു. ഞാനും കഴിക്കുമോ? കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയണം. ഓക്കെ. ഞാൻ പോട്ടെ കേട്ടോ. ഞാൻ പോട്ടെ. ഞാൻ പോട്ടെ. എല്ലാം മകളുടെ കേട്ടോണം കേട്ടോ. ഓക്കെ ഓക്കെ. ഏതാ ഒരു 2:30 കൂടി ഞാൻ വീട്ടിൽ നിന്നിറങ്ങി നേരെ യാത്രയായി. അപ്പോൾ യാത്രയിൽ പോയി ഞാൻ തെങ്ങണ വഴിയാണ് പോകുന്നത്. പോകുന്ന വഴിക്കുള്ളൊരു റെയിൽവേ ഗേറ്റിൽ വണ്ടി കുറച്ച് നേരം ബ്ലോക്കായി, ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. ട്രെയിൻ വന്നു. നേരെ ഞാൻ യാത്രയാവാണ്. അപ്പം നല്ല ഇത് കള്ളൊന്നുമല്ല കേട്ടോ. നല്ല ഒന്നാം തരം മോരും വെള്ളം, കാന്താരി മുളകും ഉണ്ടോളം ഇട്ട് മോരും വെള്ളം. ഈ മോരും വെള്ളമാണ് കുടിക്കാനായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തത്. അപ്പോൾ ഇത് പുതുപ്പള്ളി പള്ളിയാണ് കേട്ടോ. അടിപൊളി. വൈകുന്നേരം പുതുപ്പള്ളി പള്ളിയുടെ അവിടെ എത്തി. അവിടെ നിന്നൊരു കട്ടൻ ചായ കുടിച്ചു, ഒരു സ്നാക്സും കഴിച്ചു. വൈകുന്നേരങ്ങളിൽ നല്ല രസമാണ് പുതുപ്പള്ളി പള്ളിയുടെ ഒക്കെ അവിടെ നിൽക്കാൻ. അവിടെ നിന്ന് നേരെ കാഞ്ഞിരപ്പറ്റം കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രി വേറൊരു പള്ളിയുടെ ഉത്സവമാണ് കാണുന്നത്. അവിടെ നിന്ന് നേരെ ഞാൻ എൻ്റെ റൂമിലെത്തി പൊതിച്ചോറ് കഴിച്ചു. ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പം പൊതിച്ചോറ് അടിപൊളിയായിട്ട് കഴിച്ചു. കൂട്ടാനെല്ലാം റെഡിയാക്കി വെച്ചു. അതുപോലെ തന്നെ കൊണ്ടുപോയി ലവലോലിക്ക ഉപ്പിലിട്ടത് പക്ഷേ ഉപ്പ് പിടിച്ചു വരുന്നുണ്ട്. പക്ഷേ അന്യ ടേസ്റ്റായിരുന്നു കേട്ടോ. ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് മാമൻ്റെ വീട്ടിൽ നിന്ന് വിനോദിൻ്റെ അവിടെ നിന്നാണ് ഈ ലവലോലിക്ക കിട്ടിയത്. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. നാടൻ പൊതിച്ചോറാണ് കഴിച്ചത്. അപ്പോൾ ഓക്കെ, വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.